SMA രോഗബാധിതനായ 2 വയസ്സുകാരന് അഥർവാണ്. അഥർവന് കളിച്ചിരികളുമായി ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരേണ്ടതുണ്ട്. 15 കോടി കണ്ടെത്താനായാൽ അഥർവിനെ ജീവിതത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താനാകും. മകന്റെ ചികിത്സയ്ക്കായി നാടൊന്നിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഓട്ടോ ഡ്രൈവറായ സജിത്തും കുടുംബവും ഇന്നുള്ളത്. നമുക്ക് അഥർവിന്റെ ആ ഒരു കാഴ്ച കണ്ടുവരാം. കാലത്ത് ഞാനെന്നോ തിന്നാടന്ന് വട്ടി എന്റെ കുടുംബത്തിന് മാറ്റിയ ഓടി നടന്ന് വട്ടി. വീട്ടിലെത്തുന്നവർക്ക് അഥർവിന്റെ വക പാട്ടു റെഡിയാണ്. പിന്നാലെ പ്രിയപ്പെട്ട മോഹൻലാലും മമ്മൂട്ടിയും ജയനും ഒക്കെയായി അഥർവിന്റെ വക മിമിക്രി എത്തും. മമ്മൂട്ടിനെ കാണിച്ചു കൊടുക്കും. മമ്മൂക്ക ലാലേട്ടൻ സത്യൻ SMA തളർത്തിയ കുഞ്ഞു കാലുകളുമായി 2 വയസ്സുകാരൻ ജീവിതത്തോട് പോരാടുകയാണ്. ആ പുഞ്ചിരി മായാതിരിക്കാൻ അവനെ കുടുംബം ഇങ്ങനെ ചേർത്തു പിടിക്കുന്നു. 1.5 വയസ്സ് കഴിഞ്ഞിട്ടും അഥർവിന് എഴുന്നേറ്റിരിക്കാനാകാതെ വന്നതോടെയാണ് പരിശോധനകൾ നടത്തിയത്. കുഞ്ഞു കാലുകൾ ചലിപ്പിച്ച് പതിയെ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ SMA എന്ന അപൂർവ രോഗത്തെ മറികടക്കാനുള്ള ഒറ്റ ഡോസ് മരുന്നിന് 15 കോടി രൂപ വേണം. സോൾജൻസ്മ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അതിനാണ് ഈ 15 കോടി രൂപ വില വരുന്നത്. അപ്പോൾ ആൾക്കൊരു 15 കിലോ തൂക്കത്തിന് മുമ്പായിട്ട് ഈ ഒരു മെഡിസിൻ ഞങ്ങൾക്ക് എടുക്കണം. അപ്പോൾ എല്ലാവരും ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും തങ്ങളാൽ പറ്റുന്ന 1 രൂപയെങ്കിൽ 1 രൂപ, നമ്മൾ എന്തോരം ആളുകൾ ആ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒന്ന് നോക്കണത്. ഈ പുഞ്ചിരി മായാതെ നിൽക്കാൻ സഹായം തേടുകയാണ് കുടുംബം. നിർത്തിയാൽ നമ്മൾ കാല് മടങ്ങി പോകും, മുട്ട് മടങ്ങി പോണ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 29 ലക്ഷം വരെ ആയിട്ടുണ്ട്. അപ്പോൾ 15 കോടിയിലേക്ക് എത്താൻ നമുക്ക് വളരെയധികം ദൂരമുണ്ട്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചെറായിലെ നല്ല മനുഷ്യരുൾപ്പെടെ ചേർന്ന് തുക സമാഹരിക്കുന്നുണ്ട്. പുതുവർഷത്തിൽ നല്ല വാർത്ത പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണിവർ. നിന്നെ കൂടാതില്ലല്ലോ. അഥർവിന് ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കണമെന്നതാണ് ആഗ്രഹം. പക്ഷെ അല്പനേരം ഇങ്ങനെ ഇരുന്നാൽ പോലും ബുദ്ധിമുട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. 1 രൂപയെങ്കിലും അവരുടെ സന്തോഷത്തിലേക്ക് നമുക്ക് നൽകാനായാൽ അത് അഥർവിന്റെ ജീവിതത്തിന് തന്നെ തെളിച്ചമേകും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ്സി ആറിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്. ഒരു കൊച്ചുമിടുക്കൻ അഥർവിന് എന്തായാലും എല്ലാ അസുഖവും മാറി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിലുള്ള എല്ലാ കഴിവും മിടുക്കനാണ് അഥർവിന്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ എന്ത് രസമാണ്. അപ്പം നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കുക, ഞാനൊരു 50 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ അത് എന്തെങ്കിലും ആവുമോ, 15 കോടി തികയോ എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. 50 ആണുള്ളെങ്കിൽ ആ 50 കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ 50 ആകുമ്പോൾ അത് വലിയൊരു തുകയാകുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കതൊരു വലിയ സഹായമാകും. അപ്പോൾ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, സഹായിക്കാനായി തയ്യാറാവുക. റിയ ബേബി ചേരുന്നുണ്ട് സമയം. റിയ, ആ മോനോടൊപ്പം ഇരുന്ന് പാട്ടുപാടി അഥർവിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇപ്പൊ എങ്ങനെയാണ് ചികിത്സ മുൻപോട്ട് പോകുന്നത്? ചികിത്സയ്ക്കായി ആദ്യഘട്ടത്തിൽ തന്നെ 15 കോടി മുഴുവനായി കെട്ടേണ്ടതുണ്ടോ? അഥർവിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് സർക്കാരിൻ്റെ തന്നെ സഹായത്തോടെയുള്ള ചികിത്സയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോഴുള്ള ആരോഗ്യനില കൂടുതൽ ഗുരുതരമാകാതിരിക്കാനുള്ള തുള്ളിമരുന്ന് അടക്കമുള്ള ചികിത്സയാണ്. SMA രോഗികൾക്ക് അങ്ങനെ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇനി അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഇതിലാവശ്യമുള്ളത് ഈ പറയുന്ന വലിയ വില കൂടിയ 15 കോടി രൂപ മുടക്കിയാൽ ലഭിക്കുന്ന ഒറ്റ ഡോസ് മരുന്നുണ്ട്. അത് 15 കിലോ തൂക്കം വരുന്നതിന് മുമ്പ് അഥർവിന് കൊടുക്കാനായാൽ പിന്നീട് ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതിയിൽ അഥർവിന് തുടരാൻ കഴിയും. കൂടുതൽ ആരോഗ്യസ്ഥിതി വഷളാകാതെ, മാത്രമല്ല ചെറിയ മാറ്റങ്ങൾ, പോസിറ്റീവായ കുറച്ചുകൂടി എണീറ്റിരിക്കാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി വരുന്ന തരത്തിൽ അഥർവിൻ്റെ ആരോഗ്യസ്ഥിതിയും ജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് അവർ ആ 15 കിലോ തൂക്കം അഥർവിനാകുന്നതിന് മുമ്പാണ് ഈ ഒറ്റ ഡോസ് മരുന്ന് എടുക്കേണ്ടത്. അത് വില കൂടിയ മരുന്നാണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ്മ സഹായമാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അഥർവിൻ്റെ വീട്ടിലെത്തുമ്പോൾ
വീട്ടിലെത്തുന്ന എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂട്ടാവുന്ന ആളാണ് അഥർവ്. പാട്ട് പാടിത്തരും, നമുക്ക് പാട്ട് പാടും, മിമിക്രി ചെയ്യും. അങ്ങനെ അഥർവിന് ഒരുപാട് പാട്ടുകൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഓരോ പാട്ട് പറയുമ്പോൾ 2-3 വരിയേ അഥർവിന് അറിയുള്ളൂ, പക്ഷെ അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. 2 വയസ്സ് മാത്രമാണ് പ്രായം. ആ പ്രായത്തിനിടയിൽ മുത്തശ്ശനും അച്ഛനൊക്കെ ചേർന്ന് അഥർവിനെ ഇങ്ങനെ പാട്ടുകൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അഥർവിന് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അഥർവിന് പക്ഷെ കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യപരമായി നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതി. പക്ഷേ അഥർവിന് ഇങ്ങനെ നടക്കണം, അതിനൊരു വാക്കർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും ചേർന്ന്. അതിൽ അഥർവ് ഇങ്ങനെ ഇരിക്കും. മുമ്പോട്ട് നടക്കാൻ വേണ്ടി പതിയെ ഇങ്ങനെ കാലുകൾ മുന്നോട്ട് എടുത്തു വെക്കും, പക്ഷേ അത് പിന്നോട്ടേക്ക് അഥർവിന് പോകാൻ പറ്റുന്നുള്ളൂ. അത്രയും ബലം കൊടുക്കാനേ കഴിയുന്നുള്ളൂ. അപ്പോൾ അഥർവിനെ അവിടെ നിന്ന് എടുത്ത് നിലത്ത് കിടത്തിയാൽ അഥർവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കരഞ്ഞുകൊണ്ട്, എനിക്ക് വാക്കറിലിരിക്കണം എന്ന് പറയും. അതായത് അഥർവിന് നടക്കണമെന്ന ആഗ്രഹമാണുള്ളത്. അതിനു വേണ്ടിയാണ് അഥർവിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ അടക്കമുള്ളവർ നമ്മുടെയൊക്കെ സഹായം തേടുന്നത്. നേരത്തെ ഹിമ പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരം വാർത്ത കാണുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്നത് എൻ്റെ കയ്യിൽ അധികമൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയെങ്കിലും എടുക്കാനുണ്ടാകും. അത് പലർക്കും എടുക്കാൻ കഴിയുന്നൊരു തുകയാണ്. ആ 100 രൂപ കുറച്ചധികം ആളുകൾ നൽകിയാൽ അതൊരു വലിയ തുകയായി അഥർവിൻ്റെ ചികിത്സയ്ക്കായി എത്തും. അതാണ് അഥർവിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറായ സജിത്ത് പറഞ്ഞത്. 1 രൂപയെങ്കിലും നിങ്ങൾക്ക് നൽകാൻ പറ്റിയാൽ അത് ഞങ്ങളുടെ മകൻ്റെ മുഖത്തെ ആ പുഞ്ചിരിയുടെ വിലയുണ്ട്, അത് ഞങ്ങൾ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളത്. ചെറായിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചിട്ടുണ്ട്. 29 ലക്ഷം രൂപയാണ് കുറേ നാളുകളായുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഫലമായി അവർക്ക് ശേഖരിക്കാൻ പറ്റിയത്. മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് SMA രോഗബാധിതരായ ഇത്തരം കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി പല ആളുകളും അവരുടെ കയ്യിൽ നിന്ന് സഹായം നൽകിയത്. അങ്ങനെ ഒരു നല്ല വാർത്ത ഈ വർഷം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അഥർവിൻ്റെ മുഖത്തെ ആ പുഞ്ചിരി മായാതിരിക്കട്ടെ എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും മിടുക്കനാണ്. 2 വയസ്സിനുള്ളിൽ ഇത്രയും പാട്ടുകൾ പഠിക്കുന്നു, മിമിക്രി ചെയ്യുന്നു. മൈക്കാണ് അഥർവിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇനി ഒരു മൈക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അഥർവിന് ഇനിയും പാട്ടുകൾ പാടണം, കളിച്ചു ചിരിച്ചു നടക്കണം. 6 വർഷം കാത്തിരുന്നുണ്ടായ കുഞ്ഞാണ് അഥർവ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ആ മകനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഈ ശ്രമം മുഴുവൻ നടത്തുന്നത്. അതിനധികം സമയമില്ല, കാരണം ഈ പറഞ്ഞ തൂക്കം വരുന്നതിന് മുമ്പ് ആ ചികിത്സ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ കാര്യമേ എല്ലാവരോടും പറയാനുള്ളൂ, കയ്യിലൊരു 100 രൂപയുണ്ടെങ്കിൽ നമ്മൾ ആ വാർത്തയിൽ കണ്ട അക്കൗണ്ടിലേക്ക് ആ 100 രൂപ കൊടുക്കണം. അതിലൊട്ടും മടി വിചാരിക്കേണ്ട. കാരണം എത്ര രൂപയാണ് കയ്യിലുള്ളത്? 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പരമാവധി ശ്രമിക്കുക. അഥർവിനെ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്തായാലും അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. അഥർവിന് ഓടിച്ചാടി നടക്കാൻ തന്നെ കഴിയും. അത്രയും മിടുക്കനാണ് ആ മോൻ. അവന് തന്നെ ആ ഒരു വിൽ പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മിടുക്കനാണ്. അവനെ എന്തായാലും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് എല്ലാവർക്കും ഈ നാടിന് ഒറ്റക്കെട്ടായി നിൽക്കാം. 15 കോടി പെട്ടെന്ന് തന്നെ സമാഹരിക്കാം. അഥർവ് ഓടിച്ചാടി നടക്കുന്ന കാഴ്ച കാണട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.